നാട്ടെ വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഞാൻ സ്നേഹവന്ദനത്തെ ചൊല്ലുന്നു. ക്രിസ്തു നമ്മുടെ നടുവിലുള്ളതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം. മറ്റെന്തെങ്കിലും ആണെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്, അതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം. ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്, എൻ്റെ അരികിലുണ്ട്, ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു, അതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. പേഴ്സണലി എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം അതാണ്. യേശു ഞാൻ ഇരിക്കുന്നിടത്തുണ്ട്, ഞാൻ ആയിരിക്കുന്ന ഇടത്ത് ഉണ്ട്. പ്രൈസ് ടു ജീസസ്. ഇന്നലെ രാത്രിയിൽ ടങ്സ് പ്രേയറിന് ശേഷം ഷെയർ ചെയ്ത ഒരു വേർഡിൽ ശമൂവേൽ ശൗലിനോട് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാചകം കൂടെ നമ്മൾ വായിച്ചായിരുന്നു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. എന്തുവായിരുന്നത്? ശൗലിനോട് പറയുന്നത്, ഫിലിസ്ത്യദേശത്തിലെ പടയിൽ ഒരു കൂട്ടം ഫിലിസ്ത്യദേശത്ത് ഒരു കൂട്ടം ജനം അവർ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൗൽ അവരുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് ശൗലിൻ്റെ മേൽ വരും. ശൗലും പ്രവചിക്കും, എന്നിട്ട് നിനക്ക് യുക്തമായത് ചെയ്തു കൊള്ളുക, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഇതാണ് സന്തോഷം. ദൈവം നമ്മളോടുകൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളോടുകൂടെ ഉണ്ട് എന്നുള്ളതായിരിക്കണം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചുള്ള അവൻ്റെ സന്തോഷം. ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ ഈ സന്തോഷമുള്ളത് കൊണ്ട് തന്നെ അവൻ ഈ ഹോളി സ്പിരിറ്റിൽ അവൻ എപ്പോഴും റിഫ്രഷ്ഡ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവനെ അനുനിമിഷം അവനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ നേരെ തന്ത്രം ഉപയോഗിക്കുന്നവനാണ് സാത്താൻ. ഒന്ന് ഓടി പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. വേഗത്തിൽ നമുക്ക് ഈ സന്ദേശം നിർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഓടി പറഞ്ഞു പോകും, പക്ഷെ അതിനകത്തുള്ള ഒരു കാതലായതും കഴമ്പുള്ളതും വിട്ടുപോകത്തില്ല. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെങ്കിൽ പുതിയ പുതിയ വെളിപ്പാടുകളെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതലിൽ ഒന്നിനോട് മാത്രമേ സാത്താൻ അസൂയയുള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ കാര്യത്തോട് മാത്രമേ സാത്താന് പല്ലുകടിയുള്ളൂ. അത് അവൻ കൊണ്ടു നടക്കുന്ന ദൈവ സാന്നിധ്യത്തോടാണ്. അവൻ്റെ ലൈഫിൽ നിലനിർത്തുന്ന ദൈവഭക്തിയോടും ദൈവ സാന്നിധ്യത്തോടുമാണ്. അവൻ്റെ ശരീരത്തിൽ ദൈവ സാന്നിധ്യത്തെ അറിയാനൊക്കത്തില്ല, അവൻ്റെ ഫേസിൽ ദൈവ സാന്നിധ്യത്തെ അറിയാനൊക്കത്തില്ല, അവൻ്റെ വസ്ത്രത്തിൽ ദൈവ സാന്നിധ്യത്തെ അറിയാനൊക്കത്തില്ല. നമ്മൾ ഐ ടു ഐ നോക്കിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത്. വസ്ത്രത്തിൽ ദൈവ സാന്നിധ്യം അറിയാനൊക്കത്തില്ല, പക്ഷേ അവൻ്റെ വാക്കുകളിൽ, അവൻ്റെ പ്രവൃത്തികളിൽ, അവൻ്റെ വിശ്വാസത്തിൽ ദൈവസാന്നിധ്യത്തെ അറിയാനായിട്ട് കഴിയും. ദൈവത്തോട് ബന്ധമുള്ളൊരു വ്യക്തി എപ്പോഴും ഒരു ദിവസം കൂടുതൽ സമയം ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കും. ദൈവസാന്നിധ്യം അല്ലെങ്കിൽ ദൈവവുമായി ബന്ധമുള്ള ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ, ദൈവ മക്കളെ സംബന്ധിച്ച് അവർ എപ്പോഴും ഒരു ദിവസം കൂടുതൽ ദൈവത്തെ ഓർക്കാൻ അവർ ടൈം കണ്ടെത്തും. അവർക്ക് 24 മണിക്കൂറുള്ളതിൽ ഏറ്റവും കൂടുതൽ അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ദൈവത്തോടായിരിക്കും. ഇതറിയുന്ന സാത്താൻ അവൻ്റെ നേരെ ഉപായം പ്രയോഗിക്കും. ശ്രദ്ധിക്കണം, ഉപായം പ്രയോഗിക്കും. അവൻ വലിയൊരു കേസൊന്നും കൊടുത്ത് നിയമപരമായിട്ട് കാര്യം ചെയ്യാനായിട്ട് വരുന്ന വ്യക്തിയൊന്നുമല്ല. അവൻ പ്രയോഗിക്കുന്നത് ഉപായമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ആ വാക്ക് കാണാനായിട്ട് പറ്റും. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് ആ വാക്ക് കാണാനായിട്ട് പറ്റും. അവൻ പ്രയോഗിക്കുന്നത് ഉപായമാണ്. ദൗർഭാഗ്യകരമെന്ന് ഞാൻ പറയട്ടെ, ഈ ഉപായത്തിനകത്ത് തന്നെ ഈ ആദ്യം പ്രയോഗിക്കുന്ന ഉപായത്തിനകത്ത് തന്നെ മനുഷ്യരിൽ ഏറിയ പങ്കും വീണുപോകുന്നു എന്നുള്ളതാണ്. ഈ ഉപായത്തിനകത്ത് തന്നെ ഏറിയ പങ്കും വീണുപോകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. സാത്താൻ ഒരു 3-4 പ്ലാൻ തയ്യാറാക്കും. പ്ലാൻ 1, പ്ലാൻ 2, പ്ലാൻ 3, ഒരു 3-4 പ്ലാൻ തയ്യാറാക്കും. പക്ഷേ മിക്കപ്പോഴും അതിൽ 1-ാമത്തെയോ 2-ാമത്തെയോ പ്ലാനിൽ തന്നെ അവൻ മനുഷ്യനെ വീഴ്ത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോഴാണ് അവൻ നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് എല്ലാം ബോധമുള്ളവനാകുന്നത്. പാപം, ന്യായം, നീതി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഒറ്റ വാക്കിൽ ഞാൻ നിർത്തുകയാണ്, ബോധമുള്ളവനായി മാറുന്നത് എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ഉപായത്തിൽ തന്നെ ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസ് ബ്ലോക്കാവും. ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസ് ബ്ലോക്കാവും. 2, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവൻ മറന്നുപോകും. ദൈവവുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ അവൻ മറന്നുപോകും. ബോധപൂർവമായി സാത്താൻ അതിനെ മറപ്പിക്കും. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം
2 Corinthians chapter 11 verse 3. 2 Corinthians അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11 അധ്യായം അതിൻ്റെ 3 അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഒരു ഉപായം എന്തിനാണെന്നറിയാവോ? ഒരു ഉപായം ചതി നിങ്ങളുടെ മേൽ ഫലിപ്പിക്കാനാ, അല്ലെങ്കിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉപായം വരുന്നത് ചതിയായിട്ടാണ്. സ്തോത്രം. ഉപായം വരുന്നത് ചതിയായിട്ടാണ്, അല്ലെങ്കിൽ ഉപായം പ്രയോഗിക്കുന്നത് ചതിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മീയ ഗോളത്തിനകത്ത് ദൈവശക്തിയുടെ ആഴങ്ങളെ വെളിപ്പെടുത്താൻ ഒരുപക്ഷെ പലർക്കും കഴിയാത്തതിൻ്റെ കാരണം സാത്താൻ്റെ ഉപായത്തിനകത്ത് പൊതിഞ്ഞ ചതി നിന്റെ ജീവിതത്തിൽ ഏറ്റുപോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റുപോയി എന്നുള്ളതാണ്. ആ ചതിയെ വെട്ടാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വാൾ ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അത് സുബോധത്തോടെ ആത്മാവിൽ നിന്റെ കരം നീട്ടി സ്വീകരിക്കാൻ ഇന്ന് നീ പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം, യേശുവിൻ്റെ നാമത്തിൽ. പൗലോസ് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. But I am afraid that as the serpent deceived Eve by his cunning, your thoughts will be led astray from a sincere and pure devotion to Christ. ദൈവത്തിൽ നിന്നൊരു സെപ്പറേഷൻ നിങ്ങൾക്ക് വന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് ഭീരുത്വത്തെക്കുറിച്ചല്ല ഈ സംസാരിക്കുന്നത്. പൗലോസിന് ആത്മാവിലുള്ളൊരു ആദിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആത്മാവിലൊരു ആദി എന്താ? ഏത് സെക്കൻഡിലും പ്രിയപ്പെട്ട സുഹൃത്തെ, ക്രിസ്തുവുമായി ബന്ധമുള്ളൊരു വ്യക്തിക്ക് സെപ്പറേഷൻ സാധ്യതയുണ്ട്. ക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, ആ മനസ്സും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം സെപ്പറേറ്റ് ആയി പോകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവിനെ അറിയാത്ത ഒരു കൂട്ടത്തെ അല്ല വിരൽ ചൂണ്ടി ഇവിടെ പൗലോസ് സംസാരിക്കുന്നത്. ദൈവത്തെ അറിയാവുന്ന ഒരു കൂട്ടത്തെയാണ്, ദൈവശക്തിയെ അറിയാവുന്ന ഒരു കൂട്ടത്തെയാണ്, ദൈവവുമായിട്ടുള്ള ബന്ധം അറിയാവുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം അറിയാവുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്. ഞാൻ ഭയപ്പെടുന്നു. ഒരു സെപ്പറേഷൻ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് സാത്താനാണ്, യേശുവിൻ്റെ നാമത്തിൽ. ഒരു സെപ്പറേഷൻ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് സാത്താനാണ്. സർപ്പന്റ് കൊണ്ടുവരുന്ന സാധനമാണ് സെപ്പറേഷൻ. അകന്നു പോകുന്നൊരവസ്ഥ. നീയും താങ്കളും യേശുവും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ. ഇതിൻ്റെ ഇടയിലെ പിശാചിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനും കർത്താവുമായിട്ട് ഒട്ടിച്ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിലൊക്കെ സാത്താൻ ഈ ഞങ്ങളുടെ ബന്ധത്തിന് ചുറ്റും ഉപായം പ്രയോഗിക്കത്തില്ലെന്നല്ല, ഉപായം പ്രയോഗിക്കും. പക്ഷേ എൻ്റെ മനസ്സും എൻ്റെ യേശുവും തമ്മിൽ അകന്നു പോകാത്ത തരത്തിലുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ, എൻ്റെ ആത്മാവും എൻ്റെ കർത്താവിൻ്റെ ആത്മാവും തമ്മിൽ അകന്നു പോകാത്ത പോലത്തെ ഒരു ബന്ധമുണ്ടെങ്കിൽ, ഇതിന് ചുറ്റും 10 വട്ടം ചുറ്റിയിട്ട് അവൻ അങ്ങ് പോകും. വീണ്ടും വരും. അതോർക്കണം, വീണ്ടും വരും. ആദ്യത്തെ അറ്റംപ്റ്റ് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന കളഞ്ഞേച്ച് പോകുന്ന പോലെ സാത്താൻ പോകത്തില്ല. അവൻ അല്പസമയമേ ഉള്ളൂ, അവന് നന്നായിട്ട് അറിയാം. പക്ഷെ നമുക്ക് ഈ തിരുവഴുത്തിനകത്ത് പറഞ്ഞേക്കുന്ന ആഴങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം അവനെ ജയിക്കണമെങ്കിൽ. നിങ്ങൾ തമ്മിൽ, ക്രിസ്തുവും നീയും തമ്മിൽ അകന്നു പോകുമോ? ആ സെപ്പറേഷൻ ഉണ്ടാകുമോ? നിങ്ങൾ തമ്മിൽ ആ സെപ്പറേഷൻ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താ പൗലോസ് അത്രയും ഭയപ്പെടാൻ കാരണം? ഈ ചെറിയ ഗ്യാപ്പിനകത്ത് വലിയ പ്രശ്നങ്ങൾ കൊണ്ടുവരുവാൻ സാത്താന് ഈസി ആയിട്ട് സാധിക്കും. ചെറിയൊരു പ്രാർത്ഥനാ കുറവിനകത്ത് വലിയ നഷ്ടങ്ങൾ കൊണ്ടുവരുവാൻ സാത്താന് കഴിഞ്ഞതുപോലെ, ചെറിയൊരു അവിശ്വാസത്തിനകത്ത് വലിയൊരു കാലയളവിൽ നീയും സഭയുമായിട്ടുള്ള ബന്ധത്തെ പിശാച് വിലക്കിയതുപോലെ, ചെറിയൊരു സംശയത്തിൻ്റെ ബേസിൽ വലിയ ഒരു അന്തരം നീ സ്നേഹിച്ച വ്യക്തികളുമായി വരുത്തിയതുപോലെ,
ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ വലിയ നഷ്ടങ്ങൾ സമ്പാദിക്കാൻ സാത്താൻ പ്രവർത്തിച്ചതുപോലെ ചെറിയൊരു സെപ്പറേഷനെ പോലും ഒരു ദൈവ പൈതൽ ഭയപ്പെടണം. ഞാൻ പിശാചിനെ ഭയപ്പെടാനല്ല പറയുന്നേ, കർത്താവ് ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊരു ഭയം വേണം. കാരണം സാത്താൻ്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഫലിക്കണമെങ്കിൽ ഒരു ഗ്യാപ്പ് അവന് കിട്ടണം. അവന് പ്രവേശിക്കാൻ കഴിയാത്തതുപോലെ സീൽഡ് ആയിരിക്കണം ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധം. പരിശുദ്ധാത്മാവ് കൊണ്ടും വചനം കൊണ്ടും സീൽഡ് ആയിരിക്കണം. ഗ്യാപ്പ് ഫില്ല് ചെയ്തൊരു അനുഭവമായിരിക്കണം. ഞാൻ ഭയപ്പെടുന്നു, കാരണം സർപ്പം ഹവ്വായെ ഉപായത്താലാണ് ചതിച്ചത്. ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ സാത്താന്റെ തന്ത്രങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഉപായത്താൽ ചതിക്കുക എന്നുള്ളതാണ്. കാരണം അവൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം. ഞാൻ നേരത്തെ ഉൽപ്പത്തി പുസ്തകം 1 പറഞ്ഞത്, പക്ഷെ 3 കേട്ടോ, ഹവ്വായെ കുറിച്ച് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ദൈവം ഉണ്ടാക്കിയ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു എന്ന് പറഞ്ഞിട്ട് 6-ാമത്തെ വാക്യം വരെ നിങ്ങൾ വായിച്ചാൽ മതി. അതിനകം ഈ 6 വാക്യം വായിക്കുമ്പോൾ ആദ്യം ഹവ്വായിയുടെ ഉള്ളത്തിലേക്ക് വന്ന സാധനം എന്നാന്നറിയാവോ? സർപ്പത്തിന്റെ ടീച്ചിങ് കേട്ട ഈ ഹവ്വായിക്ക് ആദ്യം ഉണ്ടായ എന്നാന്നറിയാവോ? ജിജ്ഞാസ. കാരണം എപ്പോഴും ഒരു സർപ്രൈസ് ഇട്ട് പിശാച് സംസാരിക്കും. ഇപ്പൊ സംഭവിക്കും, ഇപ്പൊ വരും, നീ ഇത് ചെയ്താൽ ഇതിങ്ങനെ കിട്ടും, സംഭവിക്കും. എന്തോരം കൗശലത്തിൽ ഈ ഒരു കൾച്ചർ ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയ അളവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്നും എടുത്ത് പറയുന്നില്ല. ഹല്ലേലൂയ. അതിൽ ചില കാര്യങ്ങൾ അത് ഗവൺമെൻറ്റും കൂടെ അറിഞ്ഞിട്ടായതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ എന്തോ ചിലത് നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു ജിജ്ഞാസയിട്ട് കൗശലത്തോടുകൂടെ ബിസിനസ് ചെയ്യും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസ്, നിങ്ങൾ യൂട്യൂബിൽ റീൽസ് കാണാറുണ്ട്, ഷോർട്സ് കാണാറുണ്ട്, ഇൻസ്റ്റയിൽ നിങ്ങൾ റീൽസ് ഓരോന്നോരോന്ന് കണ്ടു കഴിയുമ്പോൾ വീണ്ടും അടുത്ത വീഡിയോ എന്താ, എന്നാൽ പിന്നെ ഒന്നുകൂടെ കണ്ടേക്കാം. അങ്ങനെ 1 കാണിച്ച് 10 കാണിച്ച് 100 കാണിച്ച് മണിക്കൂറുകൾ നിന്നിൽ നിന്ന് കവർന്നെടുക്കാൻ ആ റീൽസിന് കഴിഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ഉപായം ആ കമ്പനിക്കാർ പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഹോർമോൺസിനെ പോലും ഏത് രീതിയിൽ ഹാക്ക് ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. In the mighty name of Jesus. ഈ സാത്താൻ ഇൻവിറ്റേഷൻ തന്നിട്ടാണോ വന്നത്? അല്ല, നിങ്ങളുടെ ജിജ്ഞാസയെ ഉണർത്തിച്ചു. ഹവ്വായിൽ ഇതാ ചെയ്ത, വേറൊന്നും ചെയ്തില്ല. പക്ഷേ സാത്താൻ ടീച്ച് ചെയ്യുന്നതിന് മുന്നേ ദൈവം ടീച്ച് ചെയ്തില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. സാത്താൻ ടീച്ച് ചെയ്യുന്നതിന് മുന്നേ സാത്താൻ ഇച്ചിരി ടീച്ചിങ്ങിന് ടൈം എടുത്തു. അതാണ് ആ 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യമൊക്കെ ജിജ്ഞാസ ജനിപ്പിച്ചു. ഈ ജിജ്ഞാസയിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ജിജ്ഞാസയിലൂടെ പിന്നെ ഹൃദയത്തിനകത്ത് ഒരു ചാഞ്ചാട്ടം കൊണ്ടുവരാൻ സാധിച്ചു. ഹൃദയത്തിൽ ഒരു ചഞ്ചലമുളവാക്കി. കാരണം ആദ്യം നീ ദൈവത്തെ പോലെയാകും, ആന്നോ ദൈവത്തെ പോലെ ആകുമോ, ഒരു ജിജ്ഞാസ. 2-ാമത് ചാഞ്ചാട്ടം, എന്നാ പിന്നെ കർത്താവ് എന്താ എന്നോടത് കഴിക്കണ്ടെന്ന് പറഞ്ഞേ, അപ്പൊ ദൈവം എന്താ എന്നോട് അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉളവാക്കി. ദൈവത്തിന്റെ ടീച്ചിങ്സിനെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത് കളയത്തക്ക ഒരു ചാഞ്ചാട്ടം. ഇങ്ങനെയുള്ള ഭൂം മെസ്സേജുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ഇങ്ങനെയുള്ള ഭൂം ടീച്ചിങ്സ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടം. ഈ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി
വ്യക്തമായി പറയുന്നു, ഉപായം വരുന്നത് ചതിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉപായം നിങ്ങളുടെ ലൈഫിൽ സാത്താൻ പ്രയോഗിക്കുന്നത് ഒരു തന്ത്രം കൊണ്ടുവരുന്നത് ചതിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പെട്ടെന്ന് പോട്ടെ. നോക്കി, അതിലൂടെ എന്താ സംഭവിക്കുക? അതിലൂടെ ദൈവിക പ്രമാണങ്ങളെയും വാഗ്ദത്തങ്ങളെയും സംശയിപ്പിച്ചു, അവിശ്വസിപ്പിച്ചു, അങ്ങനെ എന്തോരം കാര്യങ്ങൾ ചെയ്തു. പെട്ടെന്ന് നിങ്ങളൊന്ന് റോമർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ. റോമർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 22-23 നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്കു തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായിക കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. പാസ്റ്റർ കൈ പൊക്കാൻ പറഞ്ഞതുകൊണ്ട് വെറുതെ കൈ പൊക്കിയാൽ പാപം. നീ ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ചെയ്യട്ടെ. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഇത് തിന്നുന്നതിനെ കുറിച്ചുള്ളൊരു കാര്യം പൗലോസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. ഈ വിശ്വാസം, ഒരുത്തൻ വിശ്വാസി മറ്റവൻ അവിശ്വാസി എന്നൊക്കെ പറഞ്ഞ് വിധിച്ച സമയത്ത് പൗലോസ് ഇത് ദൈവാത്മാവിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. 23-ാമത്തെ വാക്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായിക കൊണ്ട് അവൻ കുറ്റക്കാരനായി തീരുന്നു. എന്ത് പ്രവൃത്തി നമ്മൾ ദൈവത്തിനായി ചെയ്താലും അത് വിശ്വാസത്തോടെ ചെയ്താൽ ഫലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഞാൻ ഇന്ന് ഒരു മെസ്സേജ് കേട്ടായിരുന്നു. ഞാനിന്നൊരു മെസ്സേജ് കേട്ടു. സ്മിത്ത് വിഗിൽസ്വർത്തിനെ കുറിച്ചുള്ള ഒരു സന്ദേശം ഞാനിങ്ങനെ കേട്ടപ്പോൾ, സ്മിത്ത് വിഗിൽസ്വർത്ത് ദൈവ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു ശ്രേഷ്ഠ അഭിഷിക്തനാണ്. ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ല, സ്മിത്ത് വിഗിൽസ്വർത്തിനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അദ്ദേഹം ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ ചെന്നിരുന്നിട്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടി. മറ്റു പലരും പ്രാർത്ഥിച്ചു. മറ്റു പലരുടെ പ്രാർത്ഥനകളും അദ്ദേഹത്തെ നിരാശപ്പെടുത്തി, സ്മിത്ത് വിഗിൽസ്വർത്തിനെ നിരാശപ്പെടുത്തി. പക്ഷേ ഈ മനുഷ്യൻ എഴുന്നേറ്റ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുന്നതിന് മുൻപേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ്. പിതാവേ, ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നവൻ്റെ വിശ്വാസത്തെ പ്രതി ആ വീടിനകത്ത് ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്തു. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം വാ തുറന്നതാണ്. സ്പോട്ടിൽ ഡെലിവറൻസ് അവിടെ നടന്നു. ആ മനുഷ്യൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, മരിക്കാനായി കിടന്നൊരു മനുഷ്യനാണ്, പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ദൈവത്തെ ഗ്ലോറി 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 എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നത് കേട്ട് പെട്ടെന്ന് ആ വീട്ടിലുള്ള മറ്റൊരു വ്യക്തി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്നതും ആ ദൈവശക്തി അദ്ദേഹത്തെയും കൂടെ എടുത്തെറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിനകത്ത് ഉള്ള ഒരു പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ ഗ്ലോറി ഈ നിലവാരത്തിൽ സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ പ്രയറിൽ ഇറങ്ങിയെങ്കിൽ, ഹല്ലേലൂയ, ഈ പുതിയ നിയമത്തിൽ ശക്തി സ്വീകരിക്കുന്നതല്ല, ശക്തി വഹിക്കുന്ന നാം ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ വചസ്സുകൾ വായി കൊണ്ട് തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നൊരു പ്രവൃത്തി ചെയ്താൽ അതേത് നിലവാരത്തിൽ പോകും നിങ്ങൾ ചിന്തിച്ചാൽ മതി. സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാതിരിക്കരുത്. എനിക്ക് കുറച്ചൊരു ആഴത്തിൽ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായിക കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. അടുത്തത് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന മറ്റൊരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ, ഇതാണ് എനിക്ക് കുറച്ച് കൂടുതൽ സമയം നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ നോക്കി വെച്ചേക്കുന്നത്. ആമേൻ, 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 പ്രൈസ് ടു ജീസസ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 2 തെസ്സലോനിക്കർ അതിൻ്റെ 2-ാമത്തെ അധ്യായം 11-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ്
വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. വ്യാജത്തിന്റെ വ്യാപാര ശക്തി. സ്തോത്രം. ഒത്തിരി മേഖലകളെ തൊടാൻ പറ്റുന്ന ഒരു വാക്കാണ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയിലാണ് ഞാൻ ഈ മെസ്സേജ് കേൾക്കുന്നതെന്ന് വിശ്വാസമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ആമേൻ. നിങ്ങളുടെ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വ്യാജത്തിന്റെ വ്യാപാര ശക്തി. എവിടുന്നാണ് ഈ വ്യാജത്തിന്റെ വ്യാപാര ശക്തിയിൽ വ്യാപരിക്കാൻ ഒരുവൻ തുടങ്ങുന്നത്? അവന്റെ വിശ്വാസത്തിൽ നിന്നാണ്. അവന്റെ വിശ്വാസത്തിൽ നിന്നാണ്. അവർ ഭോഷ്കു വിശ്വസിക്കുമാർ, അതായത് സത്യത്തെ വിശ്വസിക്കാതെ ഭോഷ്കിൽ വിശ്വസിക്കാൻ, സത്യത്തെ കൂട്ടാക്കാതെ ഭോഷ്കിനെ വിശ്വസിക്കാൻ അവരെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട്, ഇവിടെ മുതൽ നിങ്ങൾ എനിക്ക് ശ്രദ്ധ കൂടുതൽ തരണം, അവരെ സറണ്ടർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ദൈവം തന്നെ അനുവദിച്ച ഒരാത്മാവാണ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി. ഒത്തിരി പേർ ഈ ഒരു ആത്മാവിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. വചനത്തിനകത്തുനിന്ന് വരുന്ന കാര്യം അവർക്ക് കർണസുഖം കൊടുക്കാതിരിക്കലും, വ്യാജത്തിന്റെ ചില വാക്കുകൾ, ഭോഷ്കിന്റെ ചില ആലോചനകൾ അവർക്ക് കർണസുഖം കൊടുക്കുകയാണ് എങ്കിൽ, അവർ അതിനുവേണ്ടി അവരെ കാത്തുവെച്ചിരിക്കുന്നെങ്കിൽ, ഞാൻ എന്ന വ്യക്തി അതിനുവേണ്ടി എന്നെ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ, ഞാൻ എന്ന വ്യക്തി എന്നെ അതിനുവേണ്ടി സമർപ്പിക്കുന്നെങ്കിൽ, എൻ്റെ മേലൊരാത്മാവ് വരും. അത് ദൈവം അറിഞ്ഞിട്ട് തന്നെ വരും. ദൈവത്തിന്റെ വചനം അത് പറയുന്നു. വ്യാജത്തിന്റെ വ്യാപാര ശക്തി. വ്യാജത്തിന്റെ വ്യാപാര ശക്തി. വ്യത്യാസം എന്താണ്? വ്യാജത്തിന്റെ വ്യാപാര ശക്തി ഇവനെ എപ്പോഴും വ്യാജമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിച്ച് ആ റൂട്ടിൽ കൊണ്ടുചെന്ന് വലിയ ദുരിതക്കയത്തിലിട്ട് മൂടിക്കളയുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശത്രുവായ പിശാച് അവന്റെ ലൈഫിൽ ഒരുക്കുന്ന ദുരിതക്കയങ്ങളെപ്പോലും ചാടിക്കടക്കുന്ന ഒരു അഭിഷേകം അവനെ വഹിച്ചുകൊള്ളും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. പക്ഷെ വലിയ ഇളക്കപ്പെരുക്കമൊന്നും കാണത്തില്ല. പക്ഷേ അവന്റെ റൈറ്റ് ടൈമിൽ ആ ദൈവശക്തി അവന്റെ മേൽ പ്രവർത്തിക്കും. വ്യാജത്തിന്റെ വ്യാപാര ശക്തി. ഓ ജീസസ് നെയിം. വ്യാജത്തിന്റെ വ്യാപാര ശക്തിയിൽ ഒരു വ്യക്തി ജീവിച്ചു തുടങ്ങുകയാണെങ്കിൽ അവന്റെ ആദ്യ സമയം വളരെ മനോഹരമായിരിക്കും. അവൻ ദൈവത്തെയും വെല്ലുവിളിക്കാൻ തയ്യാറാകും. അവൻ ദൈവത്തോടും മല്ലുപിടിക്കാൻ തയ്യാറാവും. പക്ഷേ റിയലായിട്ടുള്ള റെവലേഷനിൽ അവന് ജീവിക്കാനൊക്കത്തില്ല. യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യനെ ഡൊമീഷ്യൻ ചക്രവർത്തി നാടുകടത്തിയ സമയത്ത് കാരണം അതിനകത്ത് വ്യാപരിച്ചിരുന്ന ഒരു ഭോഷ്കിന്റെ വ്യാപാര ശക്തിയായിരുന്നു. പക്ഷെ പത്മോസ് എന്ന് പറയുന്ന ആ ഒരു വല്ലാത്ത ദ്വീപിലേക്ക് തനിക്ക് നാടുകടത്തപ്പെടേണ്ടി വന്നപ്പോൾ, പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് തനിക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നപ്പോൾ, ഒരു നിമിഷത്തേക്കെങ്കിലും ആ മനുഷ്യൻ അവിശ്വാസം തൻ്റെ ഹൃദയത്തെ ഭരിച്ചിരുന്നെങ്കിൽ ആ വലിയ ഗ്ലോറി റിലം അല്ലെങ്കിൽ ആ തുറന്ന സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് തനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ചിലയിടത്തു നിന്നൊക്കെ പുറത്തിറക്കുമ്പോഴാണ്, ചിലയിടത്തു നിന്നൊക്കെ അങ്ങ് മാറ്റിക്കളയുമ്പോഴാണ് ചിലരുടെ ലൈഫിൽ ശരിയായ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ലോത്ത് അങ്ങോട്ട് സെപ്പറേറ്റ് ആയതോടെ അബ്രഹാമിന്റെ ലൈഫ് പിന്നെ ബൈബിളിൽ കാണുന്ന സ്ഥാനമാനങ്ങൾ വേറെയാണ്. ലോത്തിന് സെപ്പറേറ്റ് ആകണമെന്ന് തോന്നി, നമുക്കിടയിൽ പിണക്കവും വേണ്ട വഴക്കും വേണ്ട, നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പൊക്കോ എന്ന് പറഞ്ഞ് ലോത്തിനെ വിട്ടു. അബ്രഹാമിന്റെ ജീവിതത്തിൽ പിശാചിനെ കയറാൻ അബ്രഹാം സമ്മതിച്ചിട്ടില്ല. പക്ഷെ ലോത്തിന്റെ സംസാരത്തിലൂടെയും ലോത്തിന്റെ പെരുമാറ്റത്തിലൂടെയും വലിയൊരു സാത്താന്റെ കോട്ട അവിടെ പണിയാൻ പിശാച് പദ്ധതി ഇട്ടതാ. നമുക്ക് അതിന്റെ അന്തർലീനമായ സത്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ആത്മാവോടുകൂടെ അബ്രഹാം ബ്ലെസ് ചെയ്ത് പറഞ്ഞു, മോനെ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് നീ ഇവിടുന്ന് വിട്ടോ, നിന്റെ ഇടയന്മാരും നമ്മുടെ ഇടയന്മാരും തമ്മിൽ ഇവിടെ ഒരു കലഹം വേണ്ട. എന്തുകൊണ്ടാണ് വിലക്കിയത് കലഹത്തെ?
നിങ്ങൾ പറ, എന്തുകൊണ്ട് അവിടെ ഒരു വഴക്ക്, അവിടെ ഒരു സംസാരം വേണ്ട? എന്തിനാ വിലക്കിയത്? അബ്രഹാമിന് സംസാരിക്കാൻ അറിയത്തില്ലേ? അബ്രഹാമിന് വടിയെടുക്കാൻ അറിയത്തില്ലേ? അബ്രഹാം എന്താ പ്രാർത്ഥിച്ച തീ ഇറങ്ങത്തില്ലേ? ഇറങ്ങും. എന്തുകൊണ്ടാ? സംസാരം വേണ്ട, സംസാരം വേണ്ട. നിനക്കെടുക്കാനുള്ളത് എടുത്തിട്ട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട്, ഏറ്റവും നല്ല പങ്ക് നീ എടുത്തിട്ട്, വല്ലതും ഉണ്ടെങ്കിൽ എനിക്കിട്ടിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് പോകാ പൊന്നു സഹോദര. പിശാചിനെ ചിലടുത്ത് സംസാരിക്കാൻ അനുവദിച്ച, പിശാചിന് ചില ഇടത്ത് കയറി സംസാരിക്കാൻ ഇടം കൊടുത്ത, പിശാചിനെ ചില കമന്റുകൾ പറയാൻ അനുവദിച്ചാൽ അവൻ പിന്നെ അവിടെ കയറി ഒരു വലിയ വർണ്ണശബളമായ കോട്ട പണിയും. അതുകൊണ്ട് നിനക്കെടുക്കാനുള്ളത് എടുത്തോണ്ട് നിനക്ക് പോകാനുള്ളിടത്തേക്ക് പോകാ. ഹല്ലേലൂയ. ജീവിതത്തിൽ സാത്താനെ സംസാരിക്കാൻ അനുവദിക്കരുത്. ജീവിതത്തിൽ സാത്താനെ ടീച്ച് ചെയ്യാൻ അനുവദിക്കരുത്. പ്രൈസ് ടു ജീസസ്. ജീവിതത്തിൽ സാത്താനെ കമന്റ് പറയാൻ അനുവദിക്കരുത്. പൗലോസിനെ നോക്കി, പൗലോസിന്റെ ശുശ്രൂഷയെ നോക്കി സാത്താൻ നല്ല രീതിയിൽ കമന്റ് പറഞ്ഞു. ലക്ഷണവിദ്യ പറയുന്ന സ്ത്രീയ നന്നായിട്ട് കമന്റ് പറഞ്ഞു. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനെന്നും അഭിഷേകം തലയിൽ വഹിക്കുന്നവനെന്നും അദ്ദേഹത്തിന്റെ മുടി നിലത്ത് വീണാൽ തന്നെ അപ്പം അവിടെ തീ കത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് പറഞ്ഞു പൊക്കി. പക്ഷെ പൗലോസ് ചെയ്ത ശുശ്രൂഷ വേറെയാ. പുള്ളിക്കാരിക്ക് ഷെയ്ക്കാൻഡും കൊടുത്ത് സ്തോത്രകാഴ്ചയും കൊടുത്ത് പോവുകയല്ല ചെയ്തേ, ശാസിക്കേണ്ടതിനെ ശാസിച്ചു. സാത്താനെ സംസാരിക്കാൻ അനുവദിക്കുക. തന്ത്രങ്ങളാണ്. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ, ഏത് നിലയിൽ നിന്നെ എടുത്തൊരു ടവല് കുടയുന്ന പോലെ കുടഞ്ഞ് ദൂരോട്ടേക്ക് എറിഞ്ഞു കളയാൻ ഒരു ലൂപ്പോൾ കാത്തു നിൽക്കുകയാണ് സാത്താനിയ ശക്തികൾ. പ്രൈസ് ടു ജീസസ്. നിന്റെ മിനിസ്ട്രിയിൽ നിന്നെ താഴെ ഇറക്കാൻ, നിന്റെ ശുശ്രൂഷയിൽ നിന്ന് നിന്നെ ആക്ഷേപിച്ചിറക്കാൻ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങളെ ശിഥിലമാക്കാൻ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന വേദികളെ തകർക്കാൻ, ദൈവം നിന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന ബൃഹത് പദ്ധതികൾ നിന്നിലൂടെ സാധ്യമാകാതിരിക്കാൻ, ഹേയ് പിശാചിനെ കൊണ്ട് നിന്നെ പ്രൈസ് ചെയ്യിക്കും. പിശാച് ബാധിച്ചവരെ കൊണ്ട് നിന്നെ പ്രൈസ് ചെയ്യിക്കും. സാത്താൻ ബാധിച്ചവരെ കൊണ്ട് നിന്നെ അങ്ങ് പൊക്കി അങ്ങ് കൊണ്ടുപോകും. പക്ഷെ തിരിച്ചറിയുക, ശാസിക്കേണ്ടതിനെ ശാസിക്കുക, കളയേണ്ടതിനെ കളയുക, ശബ്ദിക്കരുത് എന്ന് പറയേണ്ടതിനെ ശബ്ദിക്കരുതെന്ന് പറയുക. യേശു കർത്താവ് ഒത്തിരി ഭൂതങ്ങളെ പുറത്താക്കി. പക്ഷെ ചില ഭൂതങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ചില ഭൂതങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. യേശു പറഞ്ഞു, ഹേ മിണ്ടരുത്, നീ സംസാരിക്കരുത്, മിണ്ടാതവനെ വിട്ടുപോ. നിന്റെ സംസാരം ഇവിടെ കേൾക്കണ്ട. ചിലതുങ്ങളെ സംസാരിക്കാൻ അനുവദിക്കരുത്. എനിക്കറിഞ്ഞൂടാ, എനിക്ക് കർത്താവ് വല്ലാത്തൊരു നിലവാരത്തിലേക്ക് ഈ ഒരു മെസ്സേജിനെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടു പോകുന്നു. ചില ശബ്ദങ്ങളാണ് കുഞ്ഞെ നിന്നെ തെറ്റിക്കുന്നത്. ചില ശബ്ദങ്ങളാണ് നിന്നെ തെറ്റിക്കുന്നത്. ചില ചിന്തകളാണ് നിന്നെ തെറ്റിക്കുന്നത്. ചില ജിജ്ഞാസകളാണ് നിന്നെ വഴിതെറ്റിക്കുന്നത്. ചില ഇമോഷൻസ് ആണ് നിന്നെ തെറ്റിക്കുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയെ മോളെ നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, സഹോദരി നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, നീ എത്ര അർദ്ധരാത്രി എഴുന്നേറ്റിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, നേരത്തെ പറഞ്ഞ പോലെ ടവൽ എടുത്ത് കുടയുന്ന പോലെ ഒരു കുട കുടയാനേ ഉള്ളൂ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ, സ്പിരിറ്റിൽ പ്രാർത്ഥിച്ചേ. നീ ദൈവത്തിന്റെ കയ്യിലെ തട്ടത്തിൽ ഒരു പൊന്നാരങ്ങ പോലെ ഇരിക്കണോ, പിശാചിന്റെ കയ്യിലെ ടവലാകണോ? ടവലല്ലേ പാസ്റ്ററെ നല്ലത്, അതാകുമ്പോൾ ഇച്ചിരിയേ നീളവും വീതിയും ഉണ്ടല്ലോ. നാരങ്ങ എന്ന് പറഞ്ഞാൽ ഇച്ചിരിയും പോകുന്നതല്ലേ ഉള്ളൂ. സൈസ് നോക്കി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രൈസ്, ഞാൻ അധികം അങ്ങോട്ട് കയറുന്നില്ല. തിരിച്ചറിയണം, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് തെറ്റില്ല, കൊടുത്താട്ടെ. ഒരു ജിജ്ഞാസയാണ് ഒരു മനുഷ്യവംശം, ഞാനും നിങ്ങളും അടക്കമുള്ളവർ, നാളെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളടക്കമുള്ളവർ ഒറ്റ സ്റ്റെപ്പിന് ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോയത്.
ഹല്ലേലൂയ. ഒരു ജിജ്ഞാസ. സാത്താന പറഞ്ഞ, സർപ്പം പറഞ്ഞ, സർപ്പന്റ് ഉപദേശിച്ച ആ സാധനം എന്ത്? ജിജ്ഞാസ. നിന്റെ മനസ്സിനെ ഇളക്കി, നിന്റെ അഭിഷേകത്തെ ഊരി നിലത്ത് വെപ്പിച്ചിട്ട് പിശാച് ഞൊടിക്കുന്ന വഴിയിൽ നിന്നെ കൊണ്ടുപോകാൻ പിശാചിൻ്റെ പദ്ധതികളുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ ഒരാത്മീയ പൈതലിന് അതിനെ വെട്ടാൻ പറ്റും. ശിംശോന് പറ്റാത്തൊരു കാര്യം അതാ. ശിംശോന് പറ്റാത്തൊരു കാര്യം അതാ. യേശുവിന് പറ്റിയ കാര്യം അതാ. പൗലോസിന് സാധിച്ച കാര്യം അതാ. യൂദായിക്ക് പറ്റാത്ത കാര്യം അതാ. യോഹന്നാന് സാധിച്ച കാര്യം അതാ. കണ്ടോ? ഒരു കൂട്ടർക്ക് സാധിച്ചു, മറ്റൊരു കൂട്ടർക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം ദൈവത്തിന്റെ വചനം അറിയാവുന്ന ആൾക്കാരുമാണ്, ദൈവശബ്ദം കേൾക്കുന്ന ആൾക്കാരുമാണ്. പിശാച് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ദൈവശബ്ദം കേൾക്കുന്നവരെയാണ്. സാത്താൻ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് പ്രസംഗിക്കുന്നവരെയാണ്. സാത്താൻ ഏറ്റവും കൂടുതൽ കയ്യിലെടുക്കുന്ന ശുശ്രൂഷ കയ്യിലുള്ളവരെയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓരോ ബന്ധങ്ങളെയും ശോധന ചെയ്തേ മുറുകെ പിടിക്കാവുള്ളൂ. ഓരോ ബന്ധങ്ങളെയും ശോധന ചെയ്യുക. ഇതൊരു റിലേഷൻഷിപ്പിൽ തുടങ്ങിയതാ. ഏദനിൽ ഇതൊരു റിലേഷൻഷിപ്പാ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തേ. ഇതൊരു റിലേഷൻഷിപ്പ്. ശരിയല്ലേ? ഇപ്പൊ വെറുതെ നിങ്ങൾ നിങ്ങളുടെ സ്ഥലപ്പേരും നിങ്ങളുടെ നാടും വീടും ഒക്കെ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഒരു റിലേഷൻ വേണ്ടേ? അപ്പൊ ഇത് ഒന്നാമത്തെ ദിവസം വന്ന് സർപ്പം ഹവ്വായെ ഉപദേശിച്ചു നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഒത്തിരി സമയങ്ങളെടുത്തു, ഒത്തിരി ദിവസങ്ങളെടുത്തു ഹവ്വായുടെ ജീവിതത്തിലേക്ക്, അല്ലെ ഹവ്വായെ കൊണ്ട് കൺവിൻസ് ചെയ്യിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു റിലേഷൻഷിപ്പിലാണ് ചില കാര്യങ്ങൾ അകത്തേക്ക് ഇട്ടുകൊടുത്തത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ദൈവത്തിൻ്റെ കൃപയിൽ നിർത്താത്ത ഒരു ശബ്ദങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടരുത്. നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാത്ത ഒരൊറ്റ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സാത്താൻ്റെ തന്ത്രങ്ങൾ എന്ന ഈ ഒരു സബ്ജക്റ്റിനകത്ത് നമുക്കിത് പറയാതെ വയ്യ. നിങ്ങളെ ക്രിസ്തുവിൽ സന്തോഷിപ്പിക്കുക, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നിങ്ങളെ ടോർമെന്റ് ചെയ്യുന്ന ഒരു ശബ്ദങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. നമുക്ക് മുൻപേ പോയ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയം അവരുടെ ജീവിതത്തിൽ അവർ ആചരിച്ചിരുന്ന വേർപാടെന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ അങ്ങ് പറയുക, നമുക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വേർപാടാണ്. പക്ഷേ അവരൊന്നും വന്ന് 1.5 മണിക്കൂർ പ്രസംഗിക്കണമെന്നൊന്നുമില്ല. അവർ വന്ന് ഫാദർ എന്നൊരു വിളിച്ചാൽ, ഹോളി സ്പിരിറ്റ് എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ ടങ്സിൽ ഒരു വാക്കെടുത്ത് നാവ് കൊണ്ട് ചലിപ്പിച്ചാൽ അവിടെ ദൈവ സാന്നിധ്യം അണപൊട്ടി ഒഴുകുന്ന പോലെ ഒഴുകും. എന്താ? സാത്താൻ്റെ സാവ് പോയിട്ട് അതിൻ്റെ ആരംഭം പോലും ഇല്ല അവരുടെ ജീവിതത്തിൽ തൊടാൻ, അവകാശം പറയാൻ. നീ പ്രാർത്ഥിച്ചാൽ പിശാചിന് അത് തടയാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ഓർക്കണം. പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ നിങ്ങൾക്ക് വിടുതലില്ലാത്തെ? നിങ്ങൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ നിങ്ങൾക്ക് വിടുതലില്ലാത്തെ? പക്ഷേ പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം, പ്രാർത്ഥനയെ തടയാനുള്ള റൈറ്റ് സാത്താനുണ്ടോ? നിങ്ങൾ ഉപവസിക്കാഞ്ഞിട്ടാണോ വിഷയങ്ങൾക്ക് ഇതുവരെ മറുപടി വരാഞ്ഞ്? പക്ഷെ നിങ്ങളുടെ ഉപവാസം പോലും അങ്ങടേക്ക് എത്താത്ത നിലകളിൽ എന്തോ ഒന്ന് അതിനെ വല്ലാത്ത നിലയിൽ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓർക്കണ്ടേ? ഞാൻ ഈ പറഞ്ഞ ദൈവദാസന്മാര് നമ്മളെപ്പോലെ പ്രാർത്ഥിച്ചവരാ, നമ്മളെപ്പോലെ ജീവിച്ചവരാ, നമ്മളെപ്പോലെ ദൈവത്തെ അറിഞ്ഞവരാ. പക്ഷെ അവർ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ, അവർ നാവെടുത്ത് ചലിപ്പിക്കുമ്പോൾ, അവർ കൈയെടുത്ത് വീശുമ്പോൾ, പിശാചിന് ആ കയ്യെ തടയാനും ആ ശുശ്രൂഷയെ ബ്ലോക്ക് ചെയ്യാനും അതിൻ്റെ ഒഴുക്കിനെ തടയാനും അതിൻ്റെ ആ ഫുൾ സ്വിങ്ങിലുള്ള ദൈവശക്തിയെ തടയാനൊന്നും സാത്താനോ അവൻ്റെ അനുയായികൾക്കോ കഴിയുന്നില്ലെങ്കിൽ, അതുപോലെ ചോരയും നീരും ഓടുന്ന ഞാനോ നിങ്ങളോ അപ്രകാരം ഒരു കാര്യത്തിനു വേണ്ടി മുതിരുമ്പോൾ അത് സംഭവിക്കുന്നില്ലെങ്കിൽ, മറിച്ച് പിശാചിന്റെ പ്രവർത്തികൾ അവിടെ വെളിപ്പെടുന്നു, അവൻ ജയിക്കുന്നുവെങ്കിൽ
ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ സെക്കൻഡിൽ ആ ഒരു കാരണക്കാരനെ കണ്ടുകെട്ടാൻ ദൈവത്തോടൊരു പ്രത്യേക അഭിഷേകം ഇന്ന് തമ്പുരാനോട് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. നമ്മളെപ്പോലെ ദൈവത്തെ അറിഞ്ഞ അഭിഷിക്തന്മാർ മരിച്ചവരെ ഉയർപ്പിച്ചു. പത്തു ലക്ഷം ജനത്തെ സ്നാനമേൽപ്പിച്ചു, മനുഷ്യരെ രക്ഷയിലേക്ക് നയിച്ചു. ഇവിടെ നമുക്കൊരു സുവിശേഷം പറഞ്ഞു ഒരു വ്യക്തിയെ നേടാൻ പറ്റുന്നില്ല. അവരെ സാത്താൻ തടയാൻ പോകാഞ്ഞിട്ടാണോ അതോ ഇപ്പൊ നമ്മുടെ കാലത്തിലാണോ സാത്താൻ എഴുന്നേറ്റ്? ഓർക്കണം, നമ്മളെ കൊണ്ടൊരു വ്യക്തിയെ മര്യാദയ്ക്ക് കൃപയിൽ നിർത്താൻ പറ്റുന്നില്ല, രക്ഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷെ 10-17 ലക്ഷം ജനത്തെ സ്നാനമേൽപ്പിച്ച വിശുദ്ധന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുക. അവരുടെ മിനിസ്ട്രി എവിടെ കിടക്കുന്നു? അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധം എവിടെ കിടക്കുന്നു? നമ്മുടെ ബന്ധം എവിടെ കിടക്കുന്നു? ഹല്ലേലൂയ. നമുക്ക് 10 ദിവസം മുടങ്ങാതെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ വചനം ജനത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ തലം എവിടെ കിടക്കുന്നു? അവരുടെ തലം എവിടെ കിടക്കുന്നു? അവർ മനസ്സിലാക്കിയ ഗ്ലോറി എന്ത്? നമ്മൾ ഈ പറയുന്ന ഗ്ലോറി എന്ത്? അവരെ ഒരു ജിജ്ഞാസയും അടക്കി ഭരിച്ചില്ലെങ്കിൽ, ഒരു ദുർസംശയവും അവരെ അടക്കി ഭരിച്ചില്ലെങ്കിൽ, ഒരു പാപത്തിന്റെ ചിന്തകളും അവരെ അടക്കി ഭരിച്ചില്ലെങ്കിൽ, ഒരു മാർക്കിടുന്ന സ്വഭാവവും അവരെ അടക്കി ഭരിച്ചില്ലെങ്കിൽ, അവർ മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവെന്ത്? നമ്മൾ മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവെന്ത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, പറയുന്ന എന്നെ കൊണ്ടും കേൾക്കുന്ന താങ്കളെ കൊണ്ടും ദൈവത്തിന് ഇതല്ല, ഇതിനപ്പുറം ഈ അന്ത്യകാലഘട്ടത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനപ്പുറം അന്ത്യകാലഘട്ടത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ആമേൻ. റുഫാറബ ശമ ലേംബറഖതുലെഫാലബ ഷാൻതർബ. ചില സെക്കൻഡുകൾ നിങ്ങൾ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ലോഫാർമ സബ്രു ഷാൻതൽ വിർഹാനി ബറുഫാര ലറൂസലി കിരിമേന റുഷാൻതലി റിബിഗയ ലബാർഥുനിയാം തരഷൗഡാമാന ലബാർഥുനി റഹഫാൽ ബഹർഗോഷഖേന ലമാഥുനിയ തുർഫിന ഹസ്തിയ. അടുത്തൊരു സാത്താന്റെ തന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ നിരസിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം. നിരസിക്കുക അല്ലെങ്കിൽ നിരസിപ്പിക്കുക. ചില വ്യക്തികളെ നിങ്ങളെ കൊണ്ട് നിരസിപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്നാൽ അവർ ദൈവശക്തിയിലും പരിശുദ്ധാത്മാവിലും നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നാൽ നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളെ കൊണ്ട് അവരെ നിരസിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു പൈശാചിക ശക്തി ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു, നിരസിച്ചു കളഞ്ഞു. നിങ്ങൾ ദൈവത്തെ സ്വീകരിച്ചതിൽ പലരും നിങ്ങളെ ദ്വേഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവോളം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെ വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നെങ്കിൽ, വിധിക്കുന്നെങ്കിൽ, പരിഹസിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചേ. യോഹന്നാന്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ചുങ്കക്കാരും പാപികളും സ്നാനമേറ്റതിനും ഈ സ്നാനത്തെക്കുറിച്ച് അറിവുള്ള, പാണ്ഡിത്യമുള്ള, മഹിമയുള്ള പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഈ സ്നാനത്തെക്കുറിച്ച് കേട്ടിട്ട് അവർ പരിഹസിച്ചു എന്നുള്ള സത്യവും നിങ്ങൾ തിരിച്ചറിയണം. പരിഹാസം ഒരു വ്യക്തിയെ അവിശ്വാസിയാക്കി മാറ്റാൻ ധാരാളമാണ്. നിങ്ങൾക്കറിയാവോ? ഈ പരിഹാസം പേടിച്ച് എത്ര പേർ സഭയെ പോക്ക് നിർത്തിയെന്നറിയാവോ? ഈ പരിഹാസം പേടിച്ച് എത്ര പേർ ബൈബിൾ എടുക്കാതെ സഭയെ പോകുന്നുണ്ടെന്നറിയാവോ? ഈ കളിയാക്കൽ പേടിച്ചും കുറ്റപ്പെടുത്തൽ പേടിച്ചും പുതിയ കഥയും ട്രോളും ഇറങ്ങുമെന്ന് പേടിച്ചും എത്ര പേർ വീട്ടിയിരിക്കുന്നു എന്നറിയാവോ? വിശ്വാസം വിറ്റും കളഞ്ഞു എന്നറിയാവോ? തന്ത്രമാണ് പ്രിയപ്പെട്ട സുഹൃത്തെ,
തന്ത്രമാണ്. കാരണം നിന്നിൽ ആ ഒരു സീഡ് വീണാൽ, കർത്താവിൽ നിന്നൊരു സീഡ് നിന്നിൽ വീണാൽ നീ ഫലം കായ്ക്കുമെന്ന് അവന് നന്നായിട്ടറിയാം. നീ ഫലം കായ്ക്കുമെന്ന് അവന് നന്നായിട്ടറിയാം. ഞാൻ ഒരു വാക്കുകൂടെ വായിച്ചങ്ങ് നിർത്തുക. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-ാമത്തെ അധ്യായം, അതിൻ്റെ 25-ാമത്തെ വാക്യം നോക്കിയേ. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ പിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. ചേട്ടാ, പൗലോസ് ഫെലിക്സ് രാജാവിൻ്റെ അടുത്ത് വന്ന് നീതിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ പാപത്തെക്കുറിച്ച് വെപ്രാളം കയറിയിട്ട് ഇനി ഇയാളെങ്ങാനും പ്രവചിച്ച് എൻ്റെ പഴയ ജീവിതം എടുത്ത് പുറത്തിടുവോ എന്ന് പേടിച്ച് ഫെലിക്സ് പറഞ്ഞു, നമുക്കിത് ഇവിടെ നിർത്താം, തൽക്കാലം ഇതിവിടെ നിർത്താം, തൽക്കാലം തനിക്ക് പോകാം. ശ്രദ്ധിച്ച് കേൾക്കാം. തൽക്കാലം തനിക്ക് പോകാം. സമയം മാറ്റിവെക്കുന്നു. തൽക്കാലം തനിക്ക് പോകാം. പിന്നെ സമയം കിട്ടുമ്പോൾ, ഇവിടെ ഉണ്ട്, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം, പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് പ്രാർത്ഥന മുതൽ പാമടക്കുന്ന കാര്യങ്ങൾ വരെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്ന ഒരു സാധനം ദേ പുറകെ നിൽപ്പുണ്ട്. എല്ലാം പിന്നെയാകട്ടെ പറയുന്ന ആൾക്കാർ കൂടുതലാണ്. നമുക്കിടയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പൊതുവേ മനസ്സിലാക്കുന്ന കാര്യം അങ്ങ് പറയാം. പിന്നെയാട്ടെ, അവസരം ഉണ്ടല്ലോ, പിന്നെയാട്ടെ. ഈ പിന്നെയാട്ടയുടെ പുറകിൽ ആ പിന്നെയാക്കുന്നൊരു സാധനമുണ്ട്. സ്തോത്രം. ശരിയായ വചനം ഇങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ, ഫെലിക്സേ ശരിയായ വചനം കേട്ട് കഴിഞ്ഞാൽ നിന്റെ ഇന്ദ്രിയത്തെക്കുറിച്ചും നിന്റെ നീതിയെക്കുറിച്ചും നിന്റെ ഇന്ദ്രിയ ശുദ്ധിയെക്കുറിച്ചും എല്ലാ ന്യായവിധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അകത്തിരിക്കുന്ന സാധനത്തിനൊരു ഇളക്കം തട്ടും. ഫെലിക്സിന് അതാണ് തട്ടിയത്. പക്ഷെ പിശാച് ഉടനെ അതിൻ്റെ ഇടയിൽ നങ്കൂരയിട്ടു. പിശാചിന് ഉടനെ നങ്കൂരയിട്ടിട്ട്, മതി, തൽക്കാലം നിനക്ക് പോകാം. ഇല്ല, എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. മതി, എനിക്ക് കേൾക്കണ്ട, ഇപ്പൊ ഇത്രയും കേട്ടത് മതി. പിന്നെ ആട്ടെ, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ ആട്ടെ, സമയം പോലെ നോക്കാം. നീ ഇവിടെ ഉണ്ടല്ലോ, വിളിപ്പിക്കാമല്ലോ, ഞാൻ നിന്നെ വിളിച്ചോളാം. ഓക്കെ, ബായ്. ഈ സമയം മാറ്റി വെക്കുന്നവന്റെ സമയദോഷം തുടങ്ങിക്കഴിയും. സ്തോത്രം. ഞാനുള്ളത് പറയുന്നേ, ഈ എല്ലാം പിന്നെ ആട്ടെ. അതാ പറഞ്ഞ, പ്രാർത്ഥന മുതൽ നീ കിടക്കുന്ന പാമടക്കുന്നത് വരെ ആ പിശാച് നിയന്ത്രിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നിങ്ങൾ പന്തയം വെച്ചോ, നിങ്ങൾ ബെറ്റിട്ടോ. സ്തോത്രം. ഈ പിന്നെയാട്ടെ, ഈ പരിശുദ്ധാത്മാവിനൊന്നും പിന്നെയിൽ. യേശുവിൻ്റെ മുന്നിൽ വന്ന ആരെയെങ്കിലും പിന്നെയാട്ടെ എന്ന് പറഞ്ഞോ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ദൈവദാസനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവദാസനെ ഞാൻ 1000 പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം പറയാ, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ദീപു ബ്രദറിന്റെ ഫോൺ എടുക്കരുതെന്ന്. എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണോ ഇനിയിപ്പം നിങ്ങളെ പിന്നെയാട്ടെ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് സഡൻലി ആക്ട് ചെയ്യും, സെൻസിറ്റീവായിട്ട് ആക്ട് ചെയ്യും. ഹല്ലേലൂയ. ഈ ഫെലിക്സ് എന്ന് പറയുന്ന മനുഷ്യൻ എവിടെ നിൽക്കുന്നു? മറിയ എന്ന് പറയുന്ന സ്ത്രീ എവിടെ നിൽക്കുന്നു? മറിയ ഇനിയും പറയൂ എന്നുള്ള നിലയിൽ യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ ഫെലിക്സ് എന്ന് പറയുന്ന മനുഷ്യൻ, നീ പറഞ്ഞെടുത്ത് വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്, ഇനി പിന്നെ സമയം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു വിട്ടൊരാത്മാവ് അദ്ദേഹത്തിൽ ഇരിക്കുന്നത്. സഹോദര, എന്നിലാണെങ്കിലും നിങ്ങളിലാണെങ്കിലും വിളിച്ചിരുത്തുന്ന ആത്മാവും ഉണ്ട്, പറഞ്ഞ എഴുന്നേറ്റ് പോകുന്ന ആത്മാവും ഉണ്ട്. ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. നീ വിളിച്ചാലേ വരൂ, നീ അനുവദിച്ചാലേ വസിക്കൂ, നീ പറഞ്ഞാലേ സംസാരിക്കൂ. ഹല്ലേലൂയ. സമയമില്ലായ്മ കൊണ്ട് നമുക്ക് ഈ ഹോളി സ്പിരിറ്റിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വായ മൂടിക്കെട്ടുവാൻ
കഴിയും. സമയമില്ലായ്മ കൊണ്ട്, പിന്നെയാട്ടെ കൊണ്ട്, നീക്കിവെക്കലുകൾ കൊണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ വായെ മൂടിക്കെട്ടാൻ കഴിയും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് തന്നെ നല്ലൊരു കെട്ടിട്ട് വെക്കാൻ കഴിയും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിശാചിനെ കുറ്റം പറയാം. പക്ഷേ എൻ്റെ അച്ചടക്കമില്ലായ്മ കൊണ്ടും എൻ്റെ ചിന്തയില്ലായ്മ കൊണ്ടും, തുടക്കത്തിൽ നമ്മൾ വായിച്ചതുപോലെ ക്രിസ്തുവിൽ നിന്ന് എപ്പോഴോ എന്തൊക്കെയോ കാരണം എൻ്റെ മനസ്സകന്നു പോയത് കൊണ്ടും ആ ദൈവം പ്രവർത്തിക്കാത്തതിന് നമ്മളിൽ പലരും പിശാചിനെ വിധിക്കുന്നവരുണ്ട്. പക്ഷേ സുഹൃത്തെ, നീ പിന്നെ ആകട്ടെ പറഞ്ഞ കാരണങ്ങൾ നിന്റെ ജീവിതത്തിൽ കാലതാമസം വരുത്തി വെക്കുന്നെങ്കിൽ അതൊരു കാലതാമസമല്ലേ? പിന്നെ ആട്ടെ, അത് പിന്നെ ആട്ടെ. ഈ പിന്നെ ആട്ടെ, ഞാൻ അതിനകത്ത് ശരിക്കും ആശയങ്ങൾ കൊണ്ടുവരാത്തതാണ്. ആർക്കെങ്കിലും അത് വ്യക്തിപരമായി മുറിവേറ്റ് കഴിഞ്ഞാൽ അത് എനിക്കൊരു വിഷമായി പോകും. അതുകൊണ്ട് എനിക്ക് ഓരോ സബ്ജക്റ്റുകൾ കൊണ്ടുവന്ന് അത് പിന്നെ ആട്ടെ വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും കൊണ്ടുവരാത്തത് ആർക്കും മുറിവേൽക്കരുത്. ഒരു സന്ദേശം കേൾക്കുമ്പോൾ ആർക്കും മുറിവേൽക്കരുത്. വചനം ബോധ്യം വരുത്തുന്നത് വേറെ, എൻ്റെ വാക്കുകൾ കൊണ്ട് മുറിവേൽക്കുന്നത് വേറെ. അപ്പം ആ മുറിവേൽക്കാതിരിക്കാനാണ് ഞാൻ ആശയം കൊണ്ടുവരാത്തത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പിന്നെയാകട്ടെ പറഞ്ഞ് മാറ്റി വെക്കുന്നത് പലതും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരാനുള്ള അനുഗ്രഹങ്ങൾക്ക് കാലതാമസം വരുത്തിയിരിക്കും. ഒരുപക്ഷെ ഫെലിക്സേ, താങ്കൾ അന്നത്തെ ദിവസം മുഴുവനും കേൾക്കാൻ താങ്കൾ താല്പര്യം കാണിച്ചെങ്കിൽ, ആ മനുഷ്യനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടാതിരുന്നെങ്കിൽ നിങ്ങളൊരു അസാധാരണ സാക്ഷിയായി മാറിയേനെ. നിങ്ങളെക്കുറിച്ച് ബൈബിൾ പുതിയ ചില കാര്യങ്ങൾ കൂടെ എഴുതി ചേർത്തേനെ. പക്ഷെ അവിടെ വെച്ച് നീ സ്റ്റോപ്പ് ചെയ്യിച്ചു. ആ ദൈവശബ്ദത്തെ നീ സ്റ്റോപ്പ് ചെയ്യിച്ചു. ഹേയ്, നിന്റെ ജീവിതത്തിൽ ദൈവശബ്ദങ്ങൾ ബ്ലോക്ക് ആകിയതിന് എന്നിൽ ചില കാരണങ്ങളുണ്ടെങ്കിൽ ഇന്ന് അത് കണ്ടറിഞ്ഞ് ഉണർന്ന് ഞാൻ അതിനെ ശാസിക്കാൻ തയ്യാറാകട്ടെ. പ്രൈസ് ടു ജീസസ്. ആമേൻ. തിമോത്തിയോസിന്റെ രണ്ടാമത്തെ അധ്യായം, തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കെണിവെക്കുന്നൊരു സാത്താനെ നമുക്ക് കാണാം. കെണിവെക്കുന്നൊരു സാത്താൻ. ആമേൻ. പ്രൈസ് ടു ജീസസ്. ഇതിനെക്കുറിച്ച് ബൈബിൾ ശരിക്കും അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് സാത്താൻ്റെ പ്രവൃത്തികൾ. ഈ പറഞ്ഞതൊന്നും ഒന്നുമേ അല്ല, അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ദേ നോക്കിയേ. എന്നാൽ 25-26 ചേർത്ത് വായിക്കുക. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ടിട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. എന്തുകൊണ്ടാണ് ടീച്ചിങ്ങിന് ഇത്ര പ്രാധാന്യം എന്നറിയാവോ? ചിലർക്ക് ടീച്ചിങ് ഇഷ്ടമല്ല, പവർ പോരാ, ശക്തി പോരാ, തീ പോരാ. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച, ടീച്ചിങ്ങിന് ഇത്രയും പ്രാധാന്യം ഈ തിമോത്തിയോസിനെ ടീച്ച് ചെയ്യാനാ പൗലോസ് പറഞ്ഞത്. തിമോത്തിയോസിനോട് ടീച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്നാ? ഉൽപ്പത്തിയിലൊരു ടീച്ചിങ് ആണ് വഴിതെറ്റിച്ച് വിട്ടത്. ഉൽപ്പത്തിയിലൊരു ടീച്ചിങ് ആണ് ആ രണ്ടെണ്ണത്തിനെ വഴിതെറ്റിച്ച് വിട്ടത്. അതോടെ മനുഷ്യവംശം മുഴുവനും വഴിതെറ്റി. അർത്ഥം ഇതാണ്, ഒരുത്തൻ തെറ്റിയാൽ അവനെ പിൻപറ്റുന്ന സകലതും തെറ്റും. ഒരുത്തൻ എറണാകുളത്തിനാന്നും പറഞ്ഞ് നേരെ ഊട്ടിക്ക് വിട്ടാൽ പുള്ളിക്ക് എറണാകുളത്തിനാ, കൂടെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ പോയി നിൽക്കുന്ന ഊട്ടിയിലെ എറണാകുളത്ത് പോകേണ്ട നീയും പോയി നിൽക്കത്തുള്ളൂ. കാരണം എന്താ? അവനെ വഴിതെറ്റിയവനാ. സ്തോത്രം. പിശാചിനാൽ പിടിപെട്ടിട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ്, ഇതൊക്കെ ഓരോരോ സബ്ജക്റ്റാ, ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച്. ഇവിടെയും ഒരു പ്രതീക്ഷ കിടപ്പുണ്ട്. ഇവിടെയും പിശാചിനാൽ പിടിപെട്ടവർക്ക് ഒരു ഡെലിവറൻസ് ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. കുടുങ്ങിയവർക്ക് ഒരു ഡെലിവറൻസ് ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. കെണിയിൽ അകപ്പെട്ടവന് ഡെലിവറൻസ് ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. ആരാണവർ? ദൈവേഷ്ടം ചെയ്യാൻ ഇപ്പോഴും താല്പര്യം അകത്ത് കത്തുന്നവർ, ദൈവേഷ്ടം ചെയ്യുവാൻ ഇപ്പോഴും താല്പര്യം അകത്ത് കത്തുന്നവർ, ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് ഇപ്പോഴും താല്പര്യം അകത്ത് കത്തുന്നവർ, കർത്താവിന് വേണ്ടി ഒരുവനെയെങ്കിലും ദൈവരാജ്യത്തിനായി നേടണമെന്ന് ആ താല്പര്യം അകത്ത് കത്തുന്നവന്റെ ജീവിതത്തിൽ സാത്താനിട്ട കെണിയാകട്ടെ, അവന്റെ ബോധത്തെ മറച്ച അവസ്ഥകളാകട്ടെ, അവനിട്ട കുടുക്കുകളാകട്ടെ പൊട്ടിച്ച് ദൈവാത്മാവ് അവനെ പുറത്തു കൊണ്ടുവന്നിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രിയിൽ കരങ്ങൾ അടിച്ചോ കരങ്ങൾ ഉയർത്തിയോ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുമ്പോൾ ഞാൻ ഇന്നൊരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവശക്തി കൊണ്ട് നിന്റെ കുടുക്കുകളെ പൊട്ടിക്കുന്ന ഒരസാധാരണ ദൈവതലം,
Harva Kimana Roshanthari Lebargo Feel Baraisini Holy Ghost Likeidru Figa Brantasi Mahatala Innum നിനക്കുള്ള അവസരങ്ങൾ മങ്ങിപ്പോയിട്ടില്ല കുഞ്ഞെ. ഇന്നും നിനക്കുള്ള അവസരങ്ങൾ മങ്ങിപ്പോയിട്ടില്ല. ഇന്നും നിനക്കുള്ള അവസരങ്ങൾ മങ്ങിപ്പോയിട്ടില്ല. പിശാചിനാൽ പിടിപെട്ടിട്ട് അത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ലല്ലോ. കുടുങ്ങിപ്പോയവരാകിയാൽ അതും നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ലല്ലോ. പക്ഷെ ബൈബിൾ പറയുന്നു അവർ സുബോധം പ്രാപിച്ച്, യേശുവിന്റെ നാമത്തിൽ സുബോധം പ്രാപിച്ച്. രണ്ടാമത് പറയുന്നു കെണിയിൽ നിന്ന് ഒഴിഞ്ഞ്, ഓ ജീസസ്, കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ? ദൈവേഷ്ടം ചെയ്യുമോ? ഇന്ന് ദൈവേഷ്ടം ചെയ്യാൻ ഇഷ്ടമുള്ള ചിലരെ കർത്താവിന് തൊടുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവേഷ്ടം ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കർത്താവിന് തൊടുവാൻ സാധിക്കും. എന്നെ യൂട്യൂബിൽ കാണുന്നവരെ ദൈവേഷ്ടം ചെയ്യാൻ ഇഷ്ടമുള്ള നിന്നെ തൊടുവാൻ കർത്താവിന് സാധിക്കും. കർത്താവിന് സാധിക്കും. കർത്താവിന് സാധിക്കും. ഷാബോ ഖോയോ എന്നെ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിലും സൂമിൽ കാണുന്നവരാണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ. നിന്റെ ഫാമിലിയിലിട്ട കുടുക്കുകൾ ഇന്ന് ദൈവാത്മാവ് പൊട്ടിക്കുന്നു. നിന്റെ മിനിസ്ട്രിയിലിട്ട കുടുക്കുകൾ ഇന്ന് ദൈവാത്മാവ് പൊട്ടിക്കുന്നു. നിന്റെ ബുദ്ധിക്കിട്ട കുടുക്കുകൾ ഇന്ന് ദൈവാത്മാവ് പൊട്ടിക്കുന്നു. കമോൺ എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഒരു കാലം ദൈവത്തെ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ അതിന് കഴിയാത്തതുപോലെ എവിടെയോ ബ്ലോക്കായ ചില വ്യക്തികൾ എന്നെ കാണുന്നു. ശക്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നവരാണ്. അതിശക്തിയോടെ ദൈവത്തിന് വേണ്ടി കാര്യാദികൾ ചെയ്തുകൊണ്ടിരുന്നവരാണ്. ദൈവം കൈകളിലെടുത്തവരാണ്. പക്ഷെ ഇപ്പോൾ എവിടെയൊക്കെ ബ്ലോക്ക് വന്നതുപോലെ, എവിടെയൊക്കെ ഒതുക്കപ്പെട്ടതുപോലെ, ഇതുപോലുള്ള എന്തൊക്കെയോ ചില ചിന്തകൾക്കകത്ത് കുഴങ്ങിപ്പോയതുപോലെ, കെണിക്കകത്ത് പെട്ടതുപോലെ, ഇപ്പോൾ പുറത്തു വരാൻ കഴിയാത്തതുപോലെ ആയിരിക്കുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാവ് കാണുന്നു. റീനാമ സൻഥേമോ റാഫ ലിഖമാരു സഥാസ റാഫ ഇൻ ദ ശക്തി കലേദുർ നിഫാല ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്ത നിലയിൽ ഒതുക്കപ്പെടുന്ന നിന്റെ കെണി സ്വർഗം പൊട്ടിക്കുന്നു. പിശാച് പിടിച്ചിട്ട് വിടാത്ത നിന്റെ ഫാമിലിയെ ദൈവം സന്ദർശിക്കുന്നു. നിന്റെ ഫാമിലി ദൈവം തോട്ടമാക്കാൻ പോവുകയാണ്. നിന്റെ ഫാമിലിയെ ദൈവം തോട്ടമാക്കാൻ പോവുകയാണ്. നിന്റെ മിനിസ്ട്രിയെ ദൈവം ഫ്രൂട്ട്ഫുൾ ആക്കാൻ പോവുകയാണ്. നിന്റെ മിനിസ്ട്രിയെ ദൈവം ഫ്രൂട്ട്ഫുൾ ആക്കാൻ പോവുകയാണ്. ലൂറോ ഫാറോ കോസോ ലമസോ തറോബോ റെമോ കോയോ ബോഷതായാബ. ആമേൻ. നീ സുബോധം പ്രാപിക്കരുതെന്നുള്ള നിലയിൽ അവൻ വെച്ച കെണികൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുന്നു. റുലാം സലാൻതസി ഷോകോനോ റുഫാന ലെമതോസംബ്ര താകുഷയ പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു. ഒരു ദൈവശക്തി പ്രാപിക്കാൻ കണക്കിന് പ്രാർത്ഥിച്ച ദൈവേഷ്ടം ചെയ്യുമോ എന്ന് നോക്കുന്ന ഒരു കണ്ണുണ്ട് കുഞ്ഞെ. നിന്റെ മേൽ ആ ദൈവേഷ്ടം നീ ചെയ്യുമോ എന്ന് നോക്കുന്ന ഒരു കർത്താവ്, നീ ദൈവേഷ്ടം ചെയ്യുമോ എന്ന് നോക്കുന്ന ഒരു കർത്താവ്. ആകാശത്തിന്റെ കീഴിൽ നീ ദൈവേഷ്ടം ചെയ്യുമോ എന്ന് നോക്കുന്നൊരു കർത്താവ് ഇന്ന് നിന്റെ അരികിലുണ്ട്. നിന്നെ കെണിവെച്ച് പരാജയപ്പെടുത്തിയത്, നിനക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തി, പരദൂഷണം പറഞ്ഞ് പരിഹസിച്ച് നിന്റെ വഴി അടച്ചത്, നിന്റെ ആത്മീയ ജീവിതത്തിന് പോലും മങ്ങലേൽപ്പിച്ചത് ഇന്ന് ദൈവാത്മാവ് ഹാൻഡിൽ ചെയ്യുന്നു. നീ ഉണർന്ന് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് ദൈവേഷ്ടം ചെയ്യുമോ? പറ, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാ, അങ്ങയുടെ ഹിതം പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഒരു ഫെലിക്സ് ദൈവശബ്ദത്തെ ബ്ലോക്ക് ചെയ്ത പോലെ നീ ബ്ലോക്ക് ചെയ്യരുത്. സമയം കിട്ടുമ്പോൾ ആട്ടെ, ഇനിയൊരു അവസരം കിട്ടുമ്പോൾ ആട്ടെ. നോ, ദിസ് ഇസ് യുവർ ടൈം. നാളത്തെ സമയം നമുക്കുള്ളതല്ല. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രകാശം വരുത്തുന്നതിനായി സ്തോത്രം.
ഞാൻ തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കട്ടെ. യോഹന്നാനെ ഒരു വലിയ ഒറ്റപ്പെടുത്തലിലേക്ക് ഡൊമിഷ്യൻ ചക്രവർത്തി ഇറക്കി വിട്ടപ്പോൾ, തള്ളിക്കളഞ്ഞപ്പോൾ, അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കി കളഞ്ഞപ്പോൾ, അവരുടെ അധികാരപരിധിയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞപ്പോൾ, യോഹന്നാൻ അവിടെ അവിശ്വാസം പറയാൻ നിന്നില്ല, പിശാചിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ നിന്നില്ല. അവിടെയും ഇതുവരെ തന്നോട് ദൈവം വെളിപ്പെടുത്താത്ത ഒരു വാതിൽ എവിടെയെങ്കിലും കർത്താവ് മറച്ചു വെച്ചിട്ടുണ്ടാകുമെന്ന് യോഹന്നാൻ തിരിച്ചറിഞ്ഞതാണ്. പത്മോസിൽ തനിക്കൊരു പുതിയ വാതിൽ തുറന്നു കിട്ടിയത്. പത്മോസിലേക്ക് പോയ ആർക്കും ഒരു ജീവന്റെ വാതിൽ കിട്ടിയതായിട്ട് ബൈബിൾ പറയുന്നില്ല. എന്നാൽ ഇതുവരെ ദൈവം എന്നോട് പറയാത്തത്, ഞാൻ കണ്ടിട്ടില്ലാത്തതുമായ ഒരു വാതിൽ ദൈവ പൈതലായ എനിക്ക് വേണ്ടി പിശാച് എത്ര ഉച്ചത്തിൽ പറഞ്ഞടച്ചാലും ദൈവ പൈതലായ എനിക്ക് വേണ്ടി ദൈവം തുറക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ആ മനുഷ്യന് ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം വെളിപ്പാട് പുസ്തകത്തിൽ ഉളവായത്. പ്രിയപ്പെട്ട സുഹൃത്തേ, നീ കണ്ട യാതനകളല്ല സത്യം, നീ കണ്ട നിന്ദയല്ല സത്യം, നീ ഏറ്റ പരിഹാസങ്ങളല്ല സത്യം. പകരം അതിന് മുകളിൽ നിനക്ക് ദൈവം തരുന്നൊരു സംരക്ഷണ വലയമുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്, ആലോചനകളുണ്ട്, കൃപയുണ്ട്, വരങ്ങളുണ്ട്. ആ സത്യത്തിലേക്ക് കയറി ഇവയൊക്കെ ശാസിക്കാൻ തയ്യാറാകുക, ജയിക്കാൻ തയ്യാറാകുക. പിതാവേ, അതിന് തക്കവണ്ണം എൻ്റെ ജനത്തെ ബലപ്പെടുത്തണമേ. ഞാൻ ഇവരെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഇവരെ സ്നേഹിക്കുന്നല്ലോ. ഇവരിൽ പലരെയും അവിടുന്ന് തൊടുന്നതിനായി നന്ദി. ഇവരിൽ പലരെയും അവിടുന്ന് തൊടുന്നതിനായി നന്ദി. അങ്ങയുടെ ശക്തിക്കായി, അങ്ങയുടെ ഇടപെടലിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നതുവരെ അത്യുന്നതന്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന സപ്പോർട്ട് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ ബുക്കിങ്ങിന് വേണ്ടി മാത്രമേ വിളിക്കാവുള്ളൂ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കരുത്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ സമയം കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വരിക. തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ ശുശ്രൂഷിക്കും, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.